ഒട്ടനവധി വിചിത്രമായ ജന്തുജീവികളുള്ള ഒരു ഗ്രഹമാണല്ലോ നമ്മുടെ ഭൂമി. അവയിൽ വിചിത്രമായ സവിശേഷതകളുള്ള ഒരു വർഗമാണ് ഇൻവിസിബിൾ ആകാൻ കഴിവുള്ള ജീവികൾ. അത്തരത്തിൽ നമ്മുടെ കണ്ണുകളിൽ പെട്ടെന്നൊന്നും പെടാതെ അതിവിദഗ്ധമായി അദൃശ്യരായിരിക്കാൻ കഴിവുള്ള ചില ജീവികളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ലീഫ് ഇൻസെക്റ്റ്. ഈ വീഡിയോ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഒരു ഇല ഡാൻസ് കളിക്കുമോ എന്ന്. എന്നാൽ ഇതൊരു ഇലയല്ല, ഇലയെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരു കുഞ്ഞു ജീവിയാണിത്. ഇതിനെയാണ് നമ്മൾ ലീഫ് ഇൻസെക്റ്റ് എന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കാട്ടിലെ പല മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് ഈ പാവം ജീവി. അതുകൊണ്ട് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഇതിന് ഇങ്ങനെയൊരു വിദ്യ കാണിക്കേണ്ടി വരുന്നു. ജീവൻ എന്തെങ്കിലും ഭീഷണിയുണ്ടെന്ന് തോന്നിയാൽ ഉടനെ ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ ഈ ജീവി അനങ്ങാതെ അങ്ങോട്ട് നിൽക്കും. ഇനി ഇവരുടെ ഭക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മരത്തിലെ ഇലകളും ചെടികളും തിന്നാണ് ഇവ ജീവിക്കുന്നത്. ഇവരുടെ താമസം മുഴുവൻ മരങ്ങളിലും കുറ്റിച്ചെടികളിലുമാണ്. ഈസ്റ്റേൺ സ്ക്രീച്ച് ഔൾ. ഇനി ഈ വീഡിയോയും ഒന്ന് നോക്കൂ. കണ്ണുകളുള്ളൊരു മരത്തെപ്പോലെയായിരിക്കും നമുക്ക് പെട്ടെന്ന് തോന്നുക. എന്നാൽ ഇത് മരത്തിലിരിക്കുന്ന ഒരു മൂങ്ങയാണ്. ഇതിൻ്റെ പേരാണ് ഈസ്റ്റേൺ സ്ക്രീച്ച് ഔൾ. ഉണങ്ങിയ മരത്തിൽ ഇരിക്കുമ്പോൾ ദൂരെ നിന്ന് നോക്കിയാൽ ഇതിൻ്റെ കണ്ണുകൾ മാത്രമേ കാണാൻ പറ്റൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി പുള്ളിയെങ്ങാനും കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ മരവുമായി അങ്ങോട്ട് അലിഞ്ഞു ചേരും. ആ സമയത്ത് അവിടെ ഒരാൾ ഇരിപ്പുണ്ടോ അതോ വെറും മരമാണോ എന്ന് പറയാൻ ആർക്കും വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഉണങ്ങിയതോ ഇലകളില്ലാത്തതോ ആയ മരത്തിലെ പൊത്തുകളാണ് ഇവയുടെ പ്രിയപ്പെട്ട വീട്. കാരണം അങ്ങനെയുള്ള സ്ഥലത്താകുമ്പോൾ ഇതിന് സുഖമായി ഒളിച്ചിരിക്കാം. ബഫ് ടിപ്പ് മോത്ത്. ഈ വീഡിയോ കാണുമ്പോൾ ഇതൊരു മരക്കഷ്ണമാണെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. കാരണം ഇതൊരു സാധാരണ മരക്കഷ്ണമല്ല, മറിച്ച് ബഫ് ടിപ്പ് മോത്ത് എന്നൊരു ജീവിയാണിത്. ഭൂമിയിൽ അതിവിദഗ്ധമായി ഒളിച്ചിരിക്കാൻ കഴിവുള്ള ജീവികളിൽ ഒന്നാണിത്. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണിൽ ഇതൊന്നും പെട്ടെന്ന് പെടാത്തത്. യൂറോപ്പിലെയും ഏഷ്യയിലെയും കാടുകളിലും തോട്ടങ്ങളിലുമാണ് ഇവയെ കൂടുതലായി കാണുന്നത്. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് ഇവയെ അധികവും കാണാറുള്ളത്. മരക്കൊമ്പുകളിൽ ഒളിച്ചിരുന്ന് വിശ്രമിക്കാനാണ് ഇവയ്ക്കിഷ്ടം. അവിടെ ഒരു ഒടിഞ്ഞ മരക്കൊമ്പ് പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇതിനെ ആർക്കും കാണാനും കഴിയില്ല. പിഗ്മി സീഹോസ്. പൊതുവെ കടലിലെ കുഞ്ഞുജീവികൾക്ക് ജീവൻ നിലനിർത്തുക എന്നത് വലിയ പാടുള്ള കാര്യമാണ്. കാരണം ഏതൊരു വലിയ കടൽ ജീവിക്കും ഇവയെ എളുപ്പത്തിൽ ഇരയാക്കാൻ കഴിയും എന്നത് തന്നെ. പിഗ്മി സീഹോസ് എന്ന ഈ ജീവിയും വളരെ കുഞ്ഞൊരു കടൽ ജീവിയാണ്. ഇതിൻ്റെ വലിപ്പം സാധാരണയായി 2 സെന്റിമീറ്ററിൽ താഴെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ജനിച്ച അന്ന് മുതൽ വളരുന്ന പവിഴപ്പുറ്റുകളുടെ അതേ നിറവും രൂപവുമായി ഇതങ്ങോട്ട് മാച്ചാകുന്നു എന്നതാണ്. പവിഴപ്പുറ്റുകളിലെ മുഴകൾ പോലെ തന്നെ ഇതിൻ്റെ തൊലിയും കൃത്യമായിരിക്കും. അതുകൊണ്ട് നല്ല ട്രെയിനിങ് കിട്ടിയ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഇവയെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ കാരണം കൊണ്ട് മനുഷ്യരുടെ കാര്യം പോട്ടെ, മറ്റ് കടൽ ജീവികൾക്ക് പോലും ഇവയെ അത്ര പെട്ടെന്നൊന്ന് കാണാൻ കഴിയില്ല. ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, പാപ്പുവ ന്യൂഗിനിയ പിന്നെ ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫൊക്കെ ഉൾപ്പെടുന്ന ഇൻഡോ പസഫിക് മേഖലയിലെ ചൂടുള്ള കടൽവെള്ളത്തിലാണ് ഈ പിഗ്മി സീഹോസിനെ കണ്ടുവരുന്നത്. ലെപ്റ്റോസെഫാലസ്. പരന്ന ഇലയുടെ ആകൃതിയിലുള്ള കണ്ണാടി പോലെ തെളിഞ്ഞ ഈ ജീവിയെ ലെപ്റ്റോസെഫാലസ് എന്നാണ് വിളിക്കുന്നത്. ഈലുകൾ എന്നറിയപ്പെടുന്ന മീനുകളുടെയും അവയുടെ അടുത്ത ബന്ധുക്കളുടെയും കുഞ്ഞുപരുവമാണിത്. കടലിൽ ഒളിച്ചിരിക്കാൻ ഇവ വലിയ വിരുദ്ധന്മാരാണ്. മുട്ട വിരിഞ്ഞ് പുറത്തു വരുമ്പോൾ ഇവയുടെ ശരീരം ഏകദേശം പൂർണ്ണമായും സുതാര്യമായിരിക്കും. കാരണം ഇവയുടെ രക്തത്തിലും പേശികളിലും ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിൻ എന്ന ഘടകമില്ല. അതുകൊണ്ട് മറ്റ് കടൽ ജീവികൾക്ക് ഇവയെ എളുപ്പത്തിൽ കാണാനേ പറ്റില്ല. ഈ അവസ്ഥയിൽ മറ്റു മീനുകളുടെ മാരക ആക്രമണങ്ങളിൽ നിന്ന് ഇവ സുഖമായി രക്ഷപ്പെടുന്നു. 3 മാസം മുതൽ 1 വർഷത്തിലധികം വരെ ഇവ ഇങ്ങനെ സുതാര്യമായ രൂപത്തിൽ തന്നെ തുടരും. പിന്നീട് തീരപ്രദേശത്തെത്തുമ്പോഴാണ് ഇവയുടെ രൂപത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ആദ്യം ഇവ ഗ്ലാസ് ഈലുകളായും പിന്നീട് നിറമുള്ള ചെറിയ മീനുകളായും മാറുന്നു. സ്വന്തം ജീവിതഘട്ടത്തിനനുസരിച്ച് രൂപം മാറ്റാനുള്ള ഈ കഴിവ് ഇതിന് പ്രകൃതിയാ തന്നെയുണ്ട്. ഇത് കൃത്യമായി ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ജീവി ഒരുപാട് കാലം സുരക്ഷിതമായി ജീവിക്കുന്നു. ഓക്ക് ലീഫ് ബട്ടർഫ്ലൈ. നമ്മൾ പാർക്കിലൊക്കെ നടക്കാൻ പോകുമ്പോൾ ഒരുപാട് നിറമുള്ള പൂമ്പാറ്റകൾ നമുക്ക് ചുറ്റും പറക്കുന്നത് കാണാറുണ്ടല്ലോ. എന്നാൽ ഈ വീഡിയോ കണ്ടിട്ട് ഇതെന്താണെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഇതൊരു ഇലയാണെന്നേ നിങ്ങൾ പറയൂ. പക്ഷേ സത്യം അതല്ല. കാരണം ഇതൊരു ഇലയല്ല, മറിച്ച് ഓക്ക് ലീഫ് ബട്ടർഫ്ലൈ എന്ന പേരുള്ള ചിത്രശലഭമാണ്. പുറമേ നിന്ന് നോക്കിയാൽ വെറും ഉണങ്ങിയ ഇലയാണെന്ന് തോന്നുമെങ്കിലും ഈ ചിത്രശലഭത്തിൻ്റെ ചിറകിൻ്റെ ഉൾഭാഗം നല്ല കളർഫുള്ളാണ്.
കാട്ടിലിവയെ കണ്ടുപിടിക്കുക എന്നത് വലിയൊരു പാടുള്ള പണിയാണ്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, തായ്ലൻഡ്, വിയറ്റ്നാം തുടങ്ങിയ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഇവയെ സാധാരണയായി കണ്ടുവരുന്നത്. ഗ്രേറ്റ് ട്രീ ഫ്രോഗ്. മരങ്ങളിൽ താമസിക്കാൻ ഇഷ്ടമുള്ള ഒരിനം തവളയാണിത്. നിറം മാറ്റുന്ന കാര്യത്തിൽ ഈ ഗ്രേറ്റ് ട്രീ ഫ്രോഗ് വലിയൊരു എക്സ്പേർട്ടാണ്. ആപത്ത് വരുന്നുണ്ടെന്ന് തോന്നിയാൽ ഉടനെ ആരും കാണാത്ത രീതിയിൽ മരത്തൊലിയുടെയോ മരത്തിൻ്റെ പ്രതലത്തിൻ്റെയോ നിറത്തിലേക്ക് ഇത് സ്വന്തം നിറം അങ്ങോട്ട് മാറ്റും. അമേരിക്കയുടെ കിഴക്കൻ ഭാഗങ്ങളിലും കാനഡയിലുമാണ് ഇവയെ കൂടുതലായി കാണുന്നത്. ചുറ്റുപാടിനനുസരിച്ച് പച്ചയോ ചാരനിറമോ തവിട്ടുനിറമോ ഒക്കെയായി മാറാൻ ഇവയ്ക്ക് കഴിയും. ഏകദേശം 2 ഇഞ്ച് വരെയാണ് ഇവയുടെ വലിപ്പം. മോസി ഫ്രോഗ്. ഇനി നമ്മൾ പറയുന്നത് മോസി ഫ്രോഗിനെ കുറിച്ചാണ്. അതിനു മുൻപ് ഈ ചെടികളിലേക്കൊന്ന് നോക്കൂ. ഇതിനെ മോസ് ചെടികളെന്നാണ് വിളിക്കുന്നത്. നനവുള്ളതും ഈർപ്പമുള്ളതുമായ സ്ഥലങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ഈ ചെടിയുടെ പേര് കാരണമാണ് ഈ തവളയ്ക്ക് ആ പേര് കിട്ടിയത്. കാരണം അത്തരം ചെടികൾക്കിടയിൽ ഇത് വളരെ എളുപ്പത്തിൽ അങ്ങോട്ട് ഒളിച്ചിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മോസി ഫ്രോഗിനെ നേരിട്ട് കണ്ടാൽ എന്നെ വിശ്വസിക്കൂ, അതൊരു തവളയാണോ അതോ ചെടിയുടെ ഒരു കഷ്ണമാണോ എന്ന് പറയാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പായൽ പിടിച്ച ചെടികൾക്കിടയിലും മറ്റു കാട്ടുചെടികൾക്കിടയിലും ഇത് ഒളിച്ചിരിക്കുന്നത് കണ്ടാൽ തവള ഏത് ചെടി ഏത് എന്ന് തിരിച്ചറിയാൻ ഒരു മനുഷ്യന് വലിയ പാടാണെന്ന് ഞങ്ങൾ പറയട്ടെ. ഏകദേശം 7 മുതൽ 8 സെന്റിമീറ്റർ വരെയാണ് ഇവയുടെ വലിപ്പം. വിയറ്റ്നാമിലെ കാടുകളിലാണ് ഇവയെ കൂടുതലായി കാണുന്നത്. പിങ്ക് വിങ്ഡ് സ്റ്റിക്ക് ഇൻസെക്റ്റ്. മരത്തിൻ്റെ ഇലകളോടും കൊമ്പുകളോടും സാമ്യമുള്ള നിറമുള്ള ഒരുപാട് പ്രാണികൾ നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. ഈ പിങ്ക് വിങ്ഡ് സ്റ്റിക്ക് ഇൻസെക്റ്റും അത്തരത്തിലുള്ള ഒരു ജീവിയാണ്. ഒരു ചെറിയ മരക്കൊമ്പ് പോലെ ഇരുന്നുകൊണ്ട് ഏതു സ്ഥലത്തും ആരുടെയും കണ്ണിൽപ്പെടാതെ അദൃശ്യനാകാൻ ഇതിനു പ്രത്യേക കഴിവുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇതിനു മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ജീവന് എന്തെങ്കിലും ഭീഷണി തോന്നിയാൽ ശത്രുക്കളെ പേടിപ്പിക്കാനായി ഇത് പെട്ടെന്ന് അതിൻ്റെ തിളക്കമുള്ള പിങ്ക് ചിറകുകൾ വിടർത്തും. അല്ലെങ്കിൽ പിന്നെ ഒട്ടും അനങ്ങാതെ അങ്ങോട്ട് നിൽക്കും. ചത്ത ഒരു ജീവിയെപ്പോലെ ഇതൊട്ടും അനങ്ങാതെ മിണ്ടാതെ കിടക്കും. മഡഗാസ്കറാണ് ഇവയുടെ സ്വദേശമെങ്കിലും ഇപ്പോൾ ഇന്ത്യ, ചൈന, മലേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലുടനീളം ഇവയെ കാണാറുണ്ട്. ലീഫ് ടെയിൽഡ് ഗെക്കോ. ഇനി ഈ ജീവിയെയും ഒന്ന് നോക്കൂ. ആരുടെയും കണ്ണിൽപ്പെടാതെ ഒളിച്ചിരിക്കാൻ ഇതിനുള്ള കഴിവ് അപാരമാണ്. മരത്തിൽ ഇതിരിക്കുന്നത് കണ്ടാൽ വലിയ എക്സ്പോർട്ടുകൾ പോലും പറ്റിക്കപ്പെട്ടു പോകും. വിചിത്ര രൂപമുള്ള ഈ പല്ലിയെ മഡഗാസ്കർ ദ്വീപിലാണ് കണ്ടുവരുന്നത്. ഇതുമാത്രമല്ല, ചുറ്റുപാടിനനുസരിച്ച് സ്വന്തം ശരീരത്തിൻ്റെ നിറം മാറ്റാനും ഈ പല്ലിക്ക് അറിയാം. ചെറിയ പ്രാണികളെ തിന്നാണ് ഇത് ജീവിക്കുന്നത്. ഓക്ടോപ്പസ്. ഇനി ഈ ജീവിയെയും ഒന്ന് നോക്കൂ. ഇത് നീരാളിയാണ്. കടൽ ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ളതും അത്ഭുതകരവുമായ ഒരു ജീവിയാണിത്. നീരാളി ലോകത്തിൽ തന്നെ തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിയാണ്. നീരാളി എങ്ങനെയാണ് അദൃശ്യനാവുന്നത് എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. നിറം മാറ്റാൻ മാത്രമല്ല, സ്വന്തം തൊലിയുടെ രൂപം അഥവാ ടെക്സ്ചർ മാറ്റാൻ പോലും ഇവയ്ക്ക് കഴിയുമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. ശരീരത്തിലുള്ള ക്രോമാറ്റോഫോറുകൾ എന്ന് വിളിക്കുന്ന പ്രത്യേക കോശങ്ങളാണ് ഇതിന് സഹായിക്കുന്നത്. സാധാരണ സമയത്ത് പല നിറങ്ങളിൽ കാണപ്പെടുമെങ്കിലും എന്തെങ്കിലും അപകടം തോന്നിയാൽ ഇതിരിക്കുന്ന സ്ഥലത്തിൻ്റെ അതേ നിറത്തിലേക്കും പാറ്റേണിലേക്കും നിമിഷനേരം കൊണ്ട് മാറും. ടാർമിഗാൻ. ഒരുപാട് തരം പക്ഷികളെ നമ്മൾ ഈ ഭൂമിയിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ടാർമിഗാൻ എന്ന പക്ഷി മറ്റുള്ളവയിൽ നിന്നും തികച്ചും വ്യത്യസ്തവും മനോഹരവുമാണ്. മഞ്ഞുകാലം വരുമ്പോൾ ഇവയുടെ തൂവലുകൾക്ക് നല്ല പാൽ പോലെ വെളുത്ത നിറമാകും. അതുകൊണ്ട് മഞ്ഞുകാലത്ത് ഇവയെ കാണാൻ വലിയ പാടാണ്. ഇതിൻ്റെ ശരീരത്തിന് അത്രയും വെളുത്ത നിറമായതുകൊണ്ട് മഞ്ഞിലിരുന്നാൽ പിന്നെ ഇവയെ കാണാനേ പറ്റില്ല. അത്രയ്ക്ക് അദൃശ്യനാകും പുള്ളി. അലാസ്കയിലും കാനഡയിലുമാണ് ഈ പക്ഷികളെ കണ്ടുവരുന്നത്. ഏകദേശം 12 മുതൽ 14 ഇഞ്ച് വരെ വലിപ്പമുള്ളതിന് 400 മുതൽ 600 ഗ്രാം വരെ തൂക്കമുമുണ്ട്. ഏതായാലും ഇവയെക്കുറിച്ചൊക്കെ നിങ്ങൾക്കെന്ത് തോന്നുന്നുവെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ കൂട്ടത്തിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ ജീവി ഏതാണെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.